നെക്സ്റ്റ് ടോപ്പിക്ക് ലൈൻ ഇൻറ്റഗ്രൽ. ഇൻറ്റഗ്രേഷൻ എന്താണെന്ന് അറിയാം. നമ്മൾ ഇൻറ്റഗ്രേഷൻ സാധാരണ ഡെഫിനിറ്റ് ആണെങ്കിൽ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് കാണിക്കുക. അതായത് എ ബി ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ആണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാം. ഓക്കെ, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദി കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇവിടെ പറയുന്നത് ലൈൻ ഇന്റഗ്രൽ ആണ്. നൊട്ടേഷൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ്. ഈ ഓവർ സി എന്ന് പറഞ്ഞാൽ ഓവർ എ ലൈൻ ആണ്, അല്ലെങ്കിൽ ഓവർ എ കേർവ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സി എന്ന് പറയുന്ന കേർവിന് മുകളിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇന്റർവൽ ആണെങ്കിൽ സി എന്ന് പറയുന്നത് ഇവിടെ ഒരു കേർവ് ആണ്. ഇപ്പൊ നോക്കുക, ഇഫ് സി ഈസ് സ്മൂത്ത്ലി പാരാമീറ്ററൈസ്ഡ് ബൈ ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ. അതായത് ടു സ്പേസിലെ ഒരു കേർവ് ആണ് സി. ടീന്റെ വേരിയേഷൻ എ ടു ബി. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ. ഇവിടെ ചെയ്യുന്ന മെയിൻ ഐഡിയ ഇതാണ്. അതായത് എക്സിലും വൈയിലുള്ള ഇന്റഗ്രലിനെ ടിയിലുള്ള ഇന്റഗ്രലായിട്ട് മാറ്റും. ഇത് സിംഗിൾ വേരിയബിളിലേക്ക് മാറ്റും. എക്സിന് പകരം എക്സ് ഓഫ് ടി കൊടുക്കും, വൈൻ്റെ പ്ലേസിൽ വൈ ഓഫ് ടി. ഇപ്പോൾ ഫോർമുല എന്തായി? ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഡി എസ് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ആണ്, നമ്മൾ എടുക്കുന്ന കേർവിന്റെ ലെങ്ത്. അത് കണ്ടുപിടിക്കാൻ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി. ടിയിലുള്ള ഇന്റഗ്രൽ ആണെങ്കിൽ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ടി ലിമിറ്റ് ആണ്. ഇവിടെ ടി ലിമിറ്റ് പറഞ്ഞു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പൊ ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ്. ആ ഒരു ഫോർമുല ആയിരിക്കും ഉണ്ടാകുക. ഈ ഓവർ സി എന്ന് പറയുന്നത് ഒരു കേർവ് ആണ്. ഒരു കേർവിന് മുകളിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ദി ലൈൻ ഇന്റഗ്രൽ ഓവർ സി 1 plus xy square ds where c is the curve r of t equal to ti plus 2tj. 0 less than or equal to t less than or equal to 1. ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി 1 plus xy square ds ആണ് കണ്ടുപിടിക്കേണ്ടത്. r of t തന്നു, ti plus 2tj 0 less than or equal to t less than or equal to 1. ഇത്രയും ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ. ടു സ്പേസ് ആണെങ്കിൽ അതായത് ഇവിടെ കിട്ടുന്നത് എക്സ് ഓഫ് ടി ഈക്വൽ ടു, കമ്പയർ ചെയ്താൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി, വൈ ഓഫ് ടി ഈക്വൽ ടു 2t. ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ആർ ഓഫ് ടി തന്നാൽ ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കാൻ നമുക്കറിയാം വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഓരോ കോമ്പണൻസിനായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ടി ഐ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്, ടീൻ്റെ ഡെറിവേറ്റീവ് 1 പൈ എന്ന് വന്നു. 2tj, 2tൻ്റെ ഡെറിവേറ്റീവ് 2, സോ 2j. നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി. നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് 5. Therefore integral over c 1 plus xy square ds equal to ഇന്റഗ്രൽ പറഞ്ഞു. ഇവിടുത്തെ മെയിൻ ഐഡിയ എക്സിലും വൈയിലുള്ള ഇന്റഗ്രലിനെ ടിയിലുള്ള ഇന്റഗ്രൽ അല്ലെങ്കിൽ സിംഗിൾ വേരിയബിളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 1 പ്ലസ് എക്സിന് പകരം എക്സ് ഓഫ് ടി, അതായത് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വൈ സ്ക്വയർ, വൈ ഈക്വൽ ടു 2t ആണ്. ഇപ്പോൾ വൈ ഈക്വൽ ടു 2t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2t ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഓൾ ഇൻറ്റു ഡി എസിന് പകരം ഫോർമുല പ്രകാരം നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ
എന്ത് കിട്ടും? നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി √5 ആണ് ഇൻറ്റു ഡി ടി. ടിയിലുള്ള ഇൻ്റഗ്രൽ ആണെങ്കിൽ ടി ലിമിറ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ തന്നു 0 to 1 ആണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 വന്നു. സോ ഇൻ്റഗ്രൽ 0 to 1 1 പ്ലസ് 2 സ്ക്വയർ 4 ടി സ്ക്വയർ ഇൻറ്റു ടി ടി ക്യൂബ് 4t ക്യൂബ് ഇൻറ്റു √5 ഡി ടി. √5 എന്നുള്ള കോൺസ്റ്റന്റ് ഔട്ട് സൈഡ് എടുത്തു. ഇന്റഗ്രേഷൻ ഓഫ് 1 ഇൻറ്റു ഡി ടി, ഇന്റഗ്രേഷൻ ഓഫ് ഡി ടി ടി പ്ലസ് 4t ക്യൂബ് ഡി ടി. ഇപ്പോൾ 4t ക്യൂബ് എന്ന് പറയുമ്പോൾ ടി റേസ് ടു എന്നിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്താൽ ടി റേസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1. സോ 4 ഇൻറ്റു ടി റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 വരും. 4 ക്യാൻസൽ ആയാൽ ടി റേസ് ടു 4. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 0 to 1. സോ √5 ഇൻറ്റു അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 പ്ലസ് 1 വരും. ലോവർ ലിമിറ്റ് 0 ആണ്, രണ്ടും 0 ആയി പോകും. അതായത് ഫൈനൽ ആൻസർ 2√5. ഇവിടെ ചെയ്തത് എക്സിലും വൈക്കും പകരം തന്ന കേർവിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ ആണ്. അപ്പോൾ എക്സിന് പകരം ടി എന്നും വൈക്ക് പകരം 2t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി എസ് റീപ്ലേസ് ചെയ്യുന്നത് നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി. ഇപ്പോൾ ടിയിലുള്ള ഇൻ്റഗ്രൽ ആയി കഴിഞ്ഞാൽ ടീൻ്റെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ദി ലൈൻ ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ പ്ലസ് എച്ച് ക്യൂബ് ഇൻറ്റു ഡി എസ് ഫ്രം 100 to -10 pi along the helix capital C such that is represented by the parametric equation x equal to cos t, y equal to sin t, z equal to t. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രലാണ് കണ്ടുപിടിക്കേണ്ടത്. ഹെലിക്സ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ് വലിക്കുന്ന സ്ട്രക്ചർ, അതാണ് ഹെലിക്സ്. ഇപ്പോൾ എക്സ് വൈ സെഡ് 3 വേരിയബിൾ ഉണ്ട്. അപ്പോൾ 3 വേരിയബിൾ എന്ന് പറഞ്ഞാൽ 3 സ്പേസ് ആകും. ആർ ഓഫ് ടി എന്ത് വരും? എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ. അതിൽ എക്സ് വൈ സെഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് ടി ഐ സൈൻ ടി ജെ പ്ലസ് ടി കെ. ടീൻ്റെ വേരിയേഷൻ 0 to π. ഇനി എന്ത് ചെയ്യണം? ഇൻ്റഗ്രേഷനിൽ എക്സ് വൈ സെഡിന് പകരം ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് എക്സ് ഈക്വൽ ടു കോസ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വൈൻ്റെ പ്ലേസിൽ സൈൻ ടി, സെഡിന് പകരം ടി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ എന്ത് വന്നു? ഇൻ്റഗ്രൽ 0 to π കോസ് ടി സൈൻ ടി പ്ലസ് ടി ക്യൂബ് ഇൻറ്റു നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി. ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കാൻ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഐൻ്റെ കോമ്പണൻറ്റ് കോസ് ടി, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി, സൈൻ ടീൻ്റെ ഡെറിവേറ്റീവ് കോസ് ടി, ടി കെൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് ടി 1. ഇപ്പോൾ ഇവിടെ കെ എന്ന് വന്നു. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് സൈൻ ടി ഹോൾ സ്ക്വയർ പ്ലസ് കോസ് ടി ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഓക്കെ, 1 മിസ്സായി പോരുത്. കെൻ്റെ ടേം 1 ആണ്. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി 1 വരും. 1 + 1 2. അതായത് മാഗ്നിറ്റ്യൂഡ് √2 എന്ന് കിട്ടി. അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ √2 എന്നുള്ള കോൺസ്റ്റന്റിനെ ഔട്ട് സൈഡ് എടുത്തു. കോസ് ടി സൈൻ ടി, കോസ് എ സൈനിൻ്റെ ഫോർമുല സൈൻ 2a/2. അതിവിടെ അപ്ലൈ ചെയ്താൽ സൈൻ 2t/2 വരും. ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഫൈനൽ ആൻസർ √2 π⁴/4 എന്നാണ് കിട്ടുക. നെക്സ്റ്റ് ലൈൻ ഇൻ്റഗ്രൽസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ആൻഡ് സെഡ്. അതായത് എക്സ് വൈ സെഡിലുള്ള ഒരു ഇൻ്റഗ്രൽ തന്നിട്ടുണ്ടാകും, അത് ഇവാലുവേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി -y dx പ്ലസ് എക്സ് dy along y² = 3x. ഇപ്പോൾ സി എന്ന് പറയുന്ന കേർവ് y² = 3x ആണ്. -332 to 00 വേരി ചെയ്യുന്ന കേർവിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെയും സെയിം ഐഡിയ ആണ്. എക്സിലും വൈയിലുള്ള ഇൻ്റഗ്രലുകളാണെങ്കിൽ ടിയിലേക്ക് കൺവേർട്ട് ചെയ്യും, സിംഗിൾ വേരിയബിളിലേക്ക് മാറ്റും.
ഇവിടെ പാരാമീറ്ററൈസേഷൻ ആണ് യൂസ് ചെയ്യുക. അതായത് തന്ന കേർവിനെ നമ്മൾ പാരാമീറ്ററൈസ് ചെയ്യും. കേർവിന്റെ ഇക്വേഷൻ എക്സും വൈ എന്ന് പറഞ്ഞാൽ 2 സ്പേസ് ആയി, 2 സ്പേസിൽ എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ. അതായത് എക്സിനും വൈക്കും ടിയിലുള്ള ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. തന്നത് എന്താ? വൈ സ്ക്വയർ ഈക്വൽ ടു 3x തന്നു. പാരാമീറ്ററൈസ് ചെയ്യാൻ ഏതെങ്കിലും ഒരു വേരിയബിളിന് ടി കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു 3x ആണെങ്കിൽ ഇവിടെ നമുക്ക് എക്സിന് സോൾവ് ചെയ്യാം അല്ലേ. ഇപ്പോൾ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ബൈ 3 എന്ന് വന്നു. വൈ ഈക്വൽ ടു ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് എന്ത് വരും? ടി സ്ക്വയർ ബൈ 3 എന്ന് വന്നു. ഓക്കെ, ഇങ്ങനെ കേർവിന്റെ ഇക്വേഷൻ തന്നാൽ എക്സിനോ വൈക്കോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇപ്പോൾ സപ്പോസ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണെങ്കിൽ എക്സ് ഈക്വൽ ടു ടി കൊടുത്താൽ വൈ ഈക്വൽ ടു ടി സ്ക്വയർ വരും. അപ്പോൾ കേർവിന്റെ ഇക്വേഷൻ ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ എന്നാകും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് വൈ ഈക്വൽ ടു ടി കൊടുത്തു. അപ്പോൾ എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ ബൈ 3 എന്ന് വന്നു. ദാറ്റ് ഇസ് എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ടി, വൈ ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ടി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി സ്ക്വയർ ബൈ 3 ഐ പ്ലസ് ടി ജെ. ഇനി ചെയ്യുന്നത് ഈ പറഞ്ഞ വാല്യൂസ് റീപ്ലേസ് ചെയ്യും. മൈനസ് വൈ ഡി എക്സ്, വൈ ഈക്വൽ ടു ടി ആണ്. സോ മൈനസ് ടി ഡി എക്സ് എന്ത് വരും? എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ ബൈ 3 ആണെങ്കിൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി സ്ക്വയർ 2t dt. അപ്പോൾ ഇവിടെ 1/3 2t dt എന്ന് വന്നു. ദെൻ എക്സ് ഇൻറ്റു ഡി വൈ. എക്സിൻ്റെ വാല്യൂ ടി സ്ക്വയർ ബൈ 3 ആണ്. ടി സ്ക്വയർ ബൈ 3 ഇൻറ്റു ഡി വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡി വൈ ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. ഡി ടി കൊടുത്തു. ഇപ്പം ടിയിലുള്ള ഇൻറ്റഗ്രൽ ആണ്. ടിയിലുള്ള ഇൻറ്റഗ്രൽ ആണെങ്കിൽ ടി ലിമിറ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു ടി ആണ് കൊടുത്തത്. അതായത് വൈ വേരിയേഷനും ടി വേരിയേഷനും സെയിം ആണ്. ഇവിടെ വൈ വേരിയേഷൻ പറയുന്നത് 3 to 0 ആണ്. അതായത് ടി വേരിയേഷൻ 3 to 0 എന്ന് വന്നു. ഓക്കെ, ഇപ്പോൾ 3 to 0 കൊടുത്തു. സിംപ്ലിഫൈ ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വാല്യൂ 3 എന്ന് കിട്ടും. ഇതുപോലെയാണ് അടുത്ത ക്വസ്റ്റ്യനും ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിൽ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി 2xy dx plus x square plus y square dy along the circular arc given by x equal to cos t, y equal to sin t, where 0 less than or equal to t less than or equal to pi by 2. 2 space ആണ്. അപ്പോൾ r of t എന്ന് പറഞ്ഞാൽ x of t I plus y of t j എന്ന് വരും. x equal to cos t, y equal to sin t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻ്റഗ്രലിൽ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടി ലിമിറ്റ് ആണ് കൊടുക്കുക. ടി ലിമിറ്റ് 0 to pi by 2 വരും. ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ 0 to pi by 2 -2 cos t sin square t plus cos t dt എന്ന് വരും. എക്സിനും വൈക്കും വാല്യൂ കൊടുത്താൽ ഈ ഒരു വാല്യൂ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് സൈനിന് യു കൊടുത്തു. അങ്ങനെ യു കൊടുക്കുമ്പോൾ ഈ ലിമിറ്റും കൂടി നോക്കണം. അതായത് ടീയുടെ വേരിയേഷനാണ് 0 to pi by 2 എങ്കിൽ കറസ്പോണ്ടിങ് യു വേരിയേഷൻ 0 to 1 വരും. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഫൈനൽ ആൻസർ 1/3 എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് ലൈൻ ഇൻ്റഗ്രലിൻ്റെ കേസിലും ബേസിക് ആയിട്ട് ഇതാണ്. തന്ന ഇൻ്റഗ്രലിനെ സിംഗിൾ വേരിയബിളിലേക്ക് മാറ്റും. ആ ഒരു ലിമിറ്റാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ടിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ടി ലിമിറ്റാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്.